എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു സൂപ്പർ ഹിറ്റ് റെസിപ്പിയാണ്. നോൺ വെജ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള തനി നാടൻ രീതിയിലുള്ള ചെമ്മീൻ തീയലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് പൊടിക്കൈകളൊക്കെ ചേർത്ത് നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ വീണ്ടും വീണ്ടും കഴിച്ചു പോകും. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ചോറിന് മാത്രമല്ല അപ്പത്തിനൊക്കെ പറ്റിയ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ട് കാണാം. എൻ്റെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. തീയലിന് വേണ്ടിയിട്ടുള്ള ചെമ്മീൻ ഒരു 250 ഗ്രാമോളം ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ തീയൽ ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങും കുറച്ചധികം ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒരു 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ ഒന്ന് പീൽ ഓഫ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുവാണ്. വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ 2 കഷ്ണം കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുടംപുളിക്ക് പകരം വാളൻപുളി ആണെങ്കിൽ നമുക്കിതിലേക്ക് എടുക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഞാൻ ദാ ഒരു മൺചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 പച്ചമുളക് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് പേസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10-15 ചെറിയുള്ളി ഇതുപോലെ കട്ട് ചെയ്യാനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ ഇട്ട് വെച്ചിരുന്ന പുളി ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനുള്ള ആ ഒരു ഉരുളനും ചെമ്മീനും ഒക്കെ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഇതോടൊപ്പം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഇത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങ കാര്യങ്ങളൊക്കെ ഒന്ന് വറുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ ഒന്ന് അടച്ച് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുന്ന ടൈമിൽ എല്ലാ ഭാഗവും ഒരേപോലെ പെട്ടെന്ന് തന്നെ കറക്റ്റ് പാകത്തിന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് 1-2 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള കൊത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം കറക്റ്റ് ലെവലിൽ വന്നോളും. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങ കളറൊക്കെ മാറി ഒന്ന് ഫ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഒരേപോലെ കറക്റ്റായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അതാണ് നമ്മളുടെ ഈ ഒരു കറിയുടെ അരപ്പിന് നല്ല ഒരു ടേസ്റ്റ് കൊടുക്കുക. 1 ടീസ്പൂൺ നിറയെ പെരിഞ്ചീരകം, 3 വറ്റൽമുളക്, 1.5 ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സമയത്ത് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതും കൂടി ചേർത്ത് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഓൾറെഡി ഇതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കുരുമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇത്രേ ഇടുന്നുള്ളൂ. ഈ ഒരു എരിവ് കറക്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഗരം മസാല ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഇട്ട് കൊടുക്കുന്നതിനിടയിൽ തേങ്ങ കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. അതിനുശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല കറക്റ്റ് പാകത്തിന് തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. തേങ്ങ നല്ലപോലെ ആറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് ഒട്ടും വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നല്ല കറക്റ്റ് പാകത്തിന് വറുത്ത് മൂപ്പിച്ചെടുത്ത തേങ്ങ ആയതുകൊണ്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ അരഞ്ഞ് കിട്ടുന്നില്ല, ബുദ്ധിമുട്ടാണ് അരയാനെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഒരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്താൽ മതി. ഈ ഒരു സമയം കൊണ്ട് ചെമ്മീനും ഉരുളനും ഒക്കെ നന്നായിട്ട് വെന്ത് വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച ജാറിലേക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടി കലക്കി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. 2-3 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന്
ചെറുതായിട്ട് തിളപ്പിച്ച് ആ ഒരു എണ്ണയും കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇതിൽ വെച്ച് വറ്റിച്ച് കഴിഞ്ഞാൽ മൺചട്ടിയും കൂടിയാണ്, അപ്പോൾ ഒത്തിരി അങ്ങ് വറ്റി കുറുകി പോകും. നല്ല വറുത്തരച്ച ചാറാണ്, അപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് വറ്റിച്ചൊന്നും കളയേണ്ട ആവശ്യമില്ല. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചാലും ഇതാ കണ്ടില്ലേ, മൺചട്ടിയിലായതുകൊണ്ട് നല്ല ഒരു ചൂടുള്ളതുകൊണ്ട് കുറച്ച് നേരം കൂടി ഇതുപോലെ ഒന്ന് തിളയ്ക്കും. അപ്പോൾ നമുക്കിനി ഇതിലേക്കൊന്ന് താളിച്ചും കൂടി ഇടണം. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ചട്ടിയിൽ ഒരല്പം വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് രണ്ടും കൂടി ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ 2 ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് നമുക്കങ്ങ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല തനി നാടൻ രീതിയിലുള്ള അതീവ രുചിയിലുള്ള നല്ല ഒരു ചെമ്മീൻ തീയൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്നുള്ളത്. നല്ല ചൂട് ചോറിനും അപ്പത്തിനും ഒക്കെ പറ്റിയ നല്ല ഒരു കറിയാണ്. അതുപോലെ നമ്മളുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ കുറച്ച് ചെമ്മീൻ ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി എടുത്താൽ ആരാണെങ്കിലും ഒരുപാട് ഇഷ്ടത്തോടെ കഴിച്ചു പോകും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഈ ഒരു മഴ സമയത്തൊക്കെ നല്ല ചൂട് ചോറിനൊപ്പം കഴിച്ചാൽ അടിപൊളിയായിരിക്കും. ഇഷ്ടപ്പെട്ടാലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ കമൻസും അറിയിക്കാൻ മറക്കരുത്. നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി